വെടി ഉതിർക്കുന്നവരുമായിട്ട് വ്യാപാരം നടത്താൻ പറ്റില്ല എന്ന് താൻ പറഞ്ഞതുകൊണ്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അവസാനിച്ചതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും പറയുന്നു. പലതവണയായിട്ട് ട്രംപ് പറയുകയാണ്, അതായത് ആണവ ദുരന്തം വരെയായി മാറാവുന്ന ഒരു സംഘർഷത്തെ താൻ ഇടപെട്ട് ലഘൂകരിച്ചു. പക്ഷേ ഇന്ന് വരെ ഇന്ത്യ ഇത് സമ്മതിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, നമ്മുടെ പ്രധാനമന്ത്രി അടക്കം പറഞ്ഞത് മൂന്നാമതൊരു രാജ്യത്തിൻ്റെ ഇടപെടലോ മൂന്നാമതൊരു വ്യക്തിയുടെ ഇടപെടലോ ഒന്നും ഉണ്ടായില്ല. പാകിസ്ഥാൻ്റെ DGMO നമ്മുടെ DGMOയെ വിളിച്ച് സംസാരിച്ചു, വെടി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു, നമ്മൾ യുദ്ധം നിർത്തി. എന്നിട്ടും ട്രംപ് ഈ പൊള്ളയായ അവകാശവാദത്തിൽ ഉറച്ചു നിന്ന് വീണ്ടും വീണ്ടും മാധ്യമങ്ങളിലൂടെ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താ? ട്രംപ് ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റ് ലോകരാഷ്ട്ര നേതാക്കൾ ആരായിരുന്നെങ്കിലും അങ്ങനെ സംസാരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ട്രംപിന് മിക്കവാറും എല്ലാ കാര്യങ്ങളും ബിസിനസ്സിൽ കേന്ദ്രീകൃതമാണ്. ബിസിനസ്സാണ് അദ്ദേഹത്തിൻ്റെ ആത്യന്തികമായ പ്രക്രിയ. അതിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. ബിസിനസ്സുകാരനാണ്. അമേരിക്കയുടെ പ്രസിഡൻ്റായി എന്നതുകൊണ്ട് അദ്ദേഹം ബിസിനസ്സുകാരനല്ലാതാകുന്നില്ല. രാജ്യഭരണം തന്നെ ബിസിനസ്സാക്കി മാറ്റാനാണ് അദ്ദേഹം ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്. ഇങ്ങനെ മാത്രമല്ലല്ലോ പറയുന്നത്. അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടോ അല്ലെങ്കിൽ മാസങ്ങളായിട്ടോ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകളെല്ലാനും ബിസിനസ്സിൻ്റെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, അമേരിക്കയുടെ പഴയ പ്രൗഢിയിലേക്ക് തിരിച്ചു പോകണം എന്നുണ്ടെങ്കിൽ അമേരിക്ക പറയുന്നത് മറ്റ് രാജ്യങ്ങളെല്ലാം കേൾക്കാൻ തയ്യാറാവണം. മറ്റ് രാജ്യങ്ങൾ കേൾക്കാൻ തയ്യാറാവണം എങ്കിൽ അവർക്ക് നേരെ അതിശക്തമായ ടാക്സസ് ഏർപ്പെടുത്തണം എന്നാണ്. അതിൻ്റെ പേര് റെസിപ്രോക്കൽ ടാക്സ് എന്നാണ് വിശേഷണം. അപ്പോൾ ഈ പകരച്ചുങ്കം എന്നാണല്ലോ പറയാം. പകരച്ചുങ്കം എന്ന് പറഞ്ഞാൽ, അമേരിക്കയിലേക്ക് കുറേ സാധനങ്ങൾ നിങ്ങളുടെ രാജ്യത്ത് നിന്ന് കയറ്റി അയക്കുന്നുണ്ട്, ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യക്കെതിരെ അയാൾ ചുങ്കം ചുമത്തും. ചൈന കയറ്റി അയക്കുന്നതിന് ചൈനയ്ക്കെതിരെ ചുമത്തും. മെക്സിക്കോ, കാനഡ, ഏത് രാഷ്ട്രമായി കഴിഞ്ഞാലും അവർക്കെതിരെ ഈ ചുങ്കം അദ്ദേഹം പ്രയോഗിക്കാൻ തുടങ്ങി. അതോടുകൂടി വ്യാപാരം മുഴുവനും മന്ദീഭവിച്ചു. വ്യാപാര മാന്ദ്യം എന്ന് പറയുന്നത്, ഡിപ്രഷൻ എന്ന് പറയുന്നത് ലോകത്തെ തന്നെ തുറച്ചു നോക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയപ്പോൾ ലോകരാഷ്ട്രങ്ങൾ ഇടപെട്ടു. ട്രംപിനെതിരായിട്ട് പലരുടെ അഭിപ്രായങ്ങൾ വന്നു. അവസാനം അതൊന്നും ട്രംപ് മൈൻഡ് ചെയ്തില്ല. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സിന് തടയാൻ ഫെഡറൽ കോർട്ട് തീരുമാനിക്കുന്നത് അമേരിക്കയിൽ. അപ്പോൾ ഫെഡറൽ കോർട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇതൊന്നും ഭരണഘടന അനുസൃതമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്നും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതോട് കൂടിയാണ് വലിയൊരു ആശ്വാസം മറ്റ് രാഷ്ട്രങ്ങൾക്കുണ്ടായത്. നമുക്കുണ്ടായത് അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ആണവ യുദ്ധത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ നമ്മുടെ രാജ്യത്ത് കടന്നു വരുന്നത് പഹൽഗാമിൽ 26 നിരപരാധികളെ കൊന്നു. നമ്മൾ അതുകൊണ്ട് അത് ചെയ്ത തീവ്രവാദ ഗ്രൂപ്പുകളെ, അവരുടെ ആസ്ഥാനങ്ങളെ ഒക്കെ തകർത്തുകളയാണ് ചെയ്തത്. ഒപ്പം പാകിസ്ഥാൻ്റെ എയർബേസുകൾക്ക് നേരെ ആക്രമണം നടത്തി. അങ്ങനെ ആക്രമണം നടത്തിയതുകൊണ്ടാണ് പാകിസ്ഥാൻ തിരിച്ചടിക്കാൻ പറ്റുന്നത്. ഇവർ പറയുന്നുണ്ട്, ഷഹബാസ് ഷെരീഫ് അസർബൈജാനിൽ ചെന്നിട്ട് അസിം മുനീറിൻ്റെ സാന്നിധ്യത്തിൽ പറഞ്ഞു, 10-ാം തീയതി രാവിലെ ഞങ്ങൾ ഇന്ത്യയെ ആക്രമിക്കാൻ തീരുമാനിച്ചു. 4:30-ക്കുള്ള പ്രാർത്ഥന കഴിഞ്ഞിട്ടായിരിക്കും അറ്റാക്ക്. പക്ഷേ അന്ന് രാത്രി തന്നെ ഇന്ത്യ കയറി അടിച്ചു. ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതോടെ എയർപോർട്ടുകളെല്ലാം തകർന്നു. ഞങ്ങളുടെ വ്യോമ സേനയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി. ഇത് ഔദ്യോഗികമായി സമ്മതിച്ചിട്ടും ഡൊണാൾഡ് ട്രംപ് വീണ്ടും പറയുന്നു, ഞാൻ ആണവ യുദ്ധം ഉണ്ടാകുന്നതിനെ തടഞ്ഞു, ട്രേഡ് ഞാൻ നടത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും പേടിച്ചു. അപ്പോൾ ട്രേഡിൻ്റെ കാര്യത്തിൽ വലിയ അവകാശവാദം ഉന്നയിച്ച് വീണ്ടും വരുന്നു. പക്ഷേ നമ്മളിപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിക്കോട്ടെ വീണ്ടും പറയുന്നു, നമ്മുടെ സഹോദരിമാരുടെ, അമ്മമാരുടെ, മക്കളുടെയൊക്കെ ഈ സിന്ദൂരം തുടച്ച ആരാണോ, ഇനി അത്തരം ഒരു സാഹചര്യം ഉണ്ടാകരുത്. അപ്പോൾ പാകിസ്ഥാൻ്റെ പ്രകോപനമോ സംസാരമോ നുഴഞ്ഞുകയറ്റമോ ഉണ്ടായാൽ അതൊരു യുദ്ധ പ്രഖ്യാപനമാണെന്ന് പറഞ്ഞു. രാജ്നാഥ് സിംഗും പറഞ്ഞു, ഇനി നമ്മളുടെ തിരിച്ചടി ഈ രീതിയിലായിരിക്കില്ല. എന്നിട്ടും വീണ്ടും നാണം കെട്ട് ട്രംപ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ലോകത്തിൻ്റെ മുന്നിൽ ട്രംപ് ഒരു അപഹാസ്യനായി മാറുന്നു ഇനി എന്ന തിരിച്ചറിയുക. ട്രംപ് അപഹാസ്യനായിട്ട് മാറും എന്ന് നമ്മളാണ് പറയുന്നത്. ട്രംപിന് അതൊന്നും പ്രശ്നമല്ല. കാരണം ട്രംപ് ലോകത്തിൻ്റെ പോലീസുകാരനാണ് എന്ന് വിശ്വസിക്കുകയും അതിനനുസരിച്ച് പലയിടങ്ങളിലും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇന്ത്യ പാക് യുദ്ധത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. നമ്മൾ ചില വട്ടങ്ങളിലൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ്. അതായത് മുൻപ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ആ യുദ്ധങ്ങൾ അവസാനിക്കുന്ന സമയത്ത് ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഒരു സ്റ്റാറ്റസ് കോ എന്ന് പറയുന്നത് തുല്യ രാഷ്ട്രങ്ങൾ എന്ന നിലക്കുള്ള സ്റ്റാറ്റസ് കോ ആയിരുന്നു. ഇത്തവണത്തെ യുദ്ധത്തിന് അതിൽ മാറ്റം വന്നു എന്നുള്ളതാണ്. കാരണം നമ്മൾ നന്നായിട്ട് കയറി ആക്രമിച്ചു എന്ന് മാത്രമല്ല, ഇനിയും ആക്രമിക്കും എന്നുള്ളൊരു ഫീൽ നമ്മൾ കൊടുക്കുകയും ചെയ്തു. ആ സമയത്ത് പാകിസ്ഥാൻ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങാനായിട്ട് ആഗ്രഹിക്കുകയാണ് ചെയ്തത്. കാരണം ഇനി യുദ്ധം കൈവിട്ടു പോകും എന്ന് പാകിസ്ഥാൻ അറിയാം. എന്നുവെച്ചാൽ പാകിസ്ഥാനെ നമ്മളെ അടിക്കാം, നമുക്കവരെ അടിക്കാം, തമ്മിലടി രൂക്ഷമാവും, രണ്ട് രാജ്യങ്ങളും വൻ നഷ്ടങ്ങളുണ്ടാകും. അവസാനം നഷ്ടത്തിൻ്റെ കെടുതിയിലേക്ക് ആണ്ടുപോകുന്ന പാകിസ്ഥാനെ ചിലപ്പോൾ
അണ്വായുധം തന്നെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. എന്നുവെച്ചാൽ ആറ്റം ബോംബ് ഒരുക്കി നമ്മളുടെ നേരെ പ്രയോഗിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ഈ ട്രംപ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒരു ആണവായുധ യുദ്ധത്തിലേക്ക് പോകാൻ പോകുന്ന യുദ്ധത്തെ തടഞ്ഞു നിർത്തിയത് ഞാനാണ് എന്ന് പറയുന്നത്. അത് അദ്ദേഹമല്ല യഥാർത്ഥത്തിൽ. അദ്ദേഹം ഈ എട്ടുകാഞ്ഞ് എന്താണ് മമ്മൂഞ്ഞിനെ പോലെ ഇങ്ങനെ വർത്തമാനം പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം ഞമ്മളാണ് എന്ന് പറയുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് അത് പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ കൂടുതൽ ഇതിൻ്റെ അകത്ത് പ്രസക്തിയൊന്നും കൊടുക്കുന്നില്ല. പക്ഷെ നമ്മളിതിൻ്റെ അകത്ത് നിർബന്ധം കാണിക്കാൻ കാരണം, അയാൾ അങ്ങനെ പറഞ്ഞോട്ടെ എന്ന് നമ്മൾ സമ്മതിച്ചു കൊടുക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പൊസിഷൻ മുൻകാലങ്ങളുടെ പോലെയല്ല, വ്യത്യസ്തമാണ്. ഇന്ത്യ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ സൈന്യ ശക്തിയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു രാജ്യമായിട്ട് മാറിത്തീർന്നിട്ടുണ്ട്. അങ്ങനെ മാറിത്തീർന്നത് മറ്റ് രാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ടുള്ള വലിയൊരു ശ്രമം നമ്മൾ നടത്തുന്നുണ്ട്. കാരണം നമ്മളങ്ങനെ ആയിത്തീർന്നിട്ട് കാര്യമില്ല, നമ്മളായിത്തീർന്നു എന്ന് ലോകങ്ങൾ അംഗീകരിക്കുകയും ചെയ്യണം. ഇപ്പം എല്ലാ ലോകരാഷ്ട്രത്തെയും ഇത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറേ ആളുകളെ പ്രതിനിധികളായിട്ട് ദൗത്യസംഘം എന്ന നിലയ്ക്ക് പോകുന്നത്. ശശി തരൂരൊക്കെ വിവാദ പുരുഷനായിട്ട് നിൽക്കുന്നത് ആ ദൗത്യസംഘത്തിൻ്റെ പ്രയാണത്തിനിടയിലാണ് എന്ന് നമുക്കറിയാം. അപ്പം അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇന്ത്യ ഇതാണാ എന്ന് ലോകത്തെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളിങ്ങനെ അവനെ അടിച്ചു, അവൻ പഞ്ഞിക്കെട്ടായി മാറിയപ്പോഴാണ് ഞങ്ങൾ നിർത്തിയത്, ഞങ്ങളുടെ കാല് പിടിച്ചിട്ടാണ് യുദ്ധം അവസാനിപ്പിച്ചത് എന്ന് ലോകരാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അല്ലാണ്ട് ട്രംപ് എന്ന് പറയുന്ന ഒരുത്തം പറഞ്ഞപ്പോഴാണ് നമ്മൾ യുദ്ധം നിർത്തിയെന്ന് പറഞ്ഞാൽ ആരായി ട്രംപ്, ഇന്ത്യക്കാരായി ആൾ എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യനാണ് ഒരു രാഷ്ട്രം എന്ന നിലയ്ക്ക് ഇന്ത്യ ഉയർത്തുന്നത്. ഇതിൽ മൂന്നാം കക്ഷിയില്ല, ട്രംപില്ല, മറ്റു രാഷ്ട്രങ്ങളൊന്നുമില്ല. ഇത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നമാണ്. ഇന്ത്യയും പാകിസ്ഥാനും കൂടി അത് തീർത്തു. അവരുടെ അഭ്യർത്ഥന പ്രകാരമാണ് തീർത്തത്. അവർ കാല് പിടിച്ചു, നമ്മൾ നിർത്തി. കാരണം നമ്മളുടെ പഹൽഗാമിൽ കയറി ഭീകരാക്രമണം നടത്തിയതിന് തിരിച്ചടിച്ചത് സിവിലിയൻ കേന്ദ്രങ്ങളെ അല്ല, ഭീകരപ്രവർത്തകർ ക്യാമ്പ് ചെയ്യുന്നതായിട്ടുള്ള ട്രെയിനിങ് സെൻറ്ററുകൾ അടിച്ചു പൊളിക്കുക മാത്രമാണ് ചെയ്തത്. കൂട്ടത്തിൽ ഇത്തിരി പരിക്കൊക്കെ അവരുടെ വിമാനത്താവളം മറ്റുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ ഉണ്ടായെന്നുള്ളത് ശരിയാണ്. അവർ പിൻവാങ്ങാൻ ആവശ്യപ്പെട്ടു, നമ്മൾ പിൻവാങ്ങി. ഇനിയും വീണ്ടും അവർ അക്രമോത്സുകമായിട്ട് നമുക്കെതിരെ തിരിഞ്ഞാൽ നമ്മൾ വീണ്ടും അടിക്കും. ഇതാണ് ഇന്ത്യയുടെ നിലപാട്. ഈ നിലപാടിനിടക്ക് ഈ ട്രംപിൻ്റെ പ്രസ്താവനയ്ക്ക് ഒരു പ്രസക്തിയില്ല. ഇപ്പോൾ ഷഹബാസ് ഷെരീഫ് പാക് പ്രധാനമന്ത്രി പറയുന്നു, ഞങ്ങൾ ഇന്ത്യയുമായിട്ട് ഒരു സമാധാന ചർച്ചയ്ക്ക് തയ്യാറാണ്, അതല്ല യുദ്ധമെങ്കിൽ യുദ്ധം എന്ന് പറയുന്ന ഒരു പ്രകോപനം പറഞ്ഞു. ആ പ്രകോപനം നടത്തിയതിന് പിറ്റേ ദിവസം നമ്മൾ ഒരു മോക്ക് ഡ്രിൽ നടത്തി. അതായത് രാജസ്ഥാൻ, പഞ്ചാബ്, ജമ്മു കാശ്മീർ, ഗുജറാത്ത് ഉൾപ്പെടെയുള്ള പാകിസ്ഥാൻ്റെ അതിർത്തിയിലെ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ മോക്ക് ഡ്രിൽ നടത്തി. എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാല് പൊക്കരുത്, ഞങ്ങളിതാ ഇവിടെ തയ്യാറാണെന്ന് കാണിക്കുകയാണ്. ഇനി രണ്ട്, സിന്ധു നദീജല കരാർ നമുക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കാം. ആർക്ക്? പാകിസ്ഥാന്. നമുക്കതിൻ്റെ ആവശ്യമില്ല. കാരണം ഇത്രയും നാൾ 1960 ഈ കരാർ കൊണ്ട് ഗുണമുണ്ടായത് മുഴുവൻ പാകിസ്ഥാനാണ്. അന്ന് മുതൽ തന്നെ നമ്മൾ ഈ കരാറിൽ നിന്ന് പിന്വാങ്ങണമെന്ന്. ഇപ്പോൾ നമ്മൾ പിന്മാറുന്നതോടുകൂടി അവിടെ പഞ്ചാബിൽ അതുപോലെ തന്നെ സിന്ധു പ്രവിശ്യയിലൊക്കെ തന്നെ കലാപ സമാനമായ സാഹചര്യം വരും ദിവസങ്ങൾ. ഇപ്പോൾ വരൾച്ചയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ജലത്തിൻ്റെ ഒഴുക്ക് നിലച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുന്നത് പറയാൻ പറ്റില്ല. അത്തരത്തിലുള്ള വലിയ സംഘർഷ സാധ്യത നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് ഷഹബാസ് ഷെരീഫ് അല്ലെങ്കിൽ അസീം മുനീറൊക്കെ പറയുന്നത് നമുക്ക് ചർച്ച നടത്താം, ഇന്ത്യയുമായിട്ടുള്ള ചർച്ചയിലൂടെ ട്രേഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാം. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ചർച്ച ചെയ്താൽ തീരാത്ത കാര്യങ്ങളില്ല. കാല് പിടിക്കുന്നതിന് തുല്യമല്ലേ അത്? അല്ല, അവർക്ക് മറ്റു മാർഗങ്ങളില്ല. കാരണം എന്ന് വെച്ചാൽ വെള്ളം എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. പഴയ കാലത്ത് ഉണ്ടായിരുന്ന ഒരു സ്ഥിതിയല്ല ജലത്തെ സംബന്ധിച്ചിടത്തോളം. വരാൻ പോകുന്ന കാലത്ത് യുദ്ധം പോലും നടക്കാൻ പോകുന്നത് വെള്ളത്തിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലൊരു യുദ്ധം വേണമെങ്കിൽ ഈ നദീജല കരാർ അവസാനിപ്പിച്ചതിൻ്റെ പുറത്തുണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതിന് വരും സാധ്യതയുണ്ട്. കാരണം വെള്ളം കിട്ടിയില്ല അവരെന്ത് ചെയ്യും? അവരുടെ കൃഷിയിടങ്ങൾ മുഴുവൻ മരുഭൂമിയായിട്ട് മാറിത്തീരും. അവർക്ക് കുടിജലം പോലും ലഭ്യമല്ലാത്തവരും. അപ്പോൾ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അവർ പ്രക്ഷോഭത്തിൽ വരും, അത് സർക്കാരിനെതിരെ പ്രക്ഷോഭമായിട്ട് മാറിത്തരും. അവസാനം സർക്കാർ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ കാല് പിടിച്ചിട്ട് നടന്നില്ലെങ്കിൽ ഇന്ത്യയുമായി ആക്രമണത്തിലേക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പാടില്ലാത്തതാണ്. ജലത്തിന് വേണ്ടിയുള്ള, ഇപ്പോൾ വിസ്കി ഈസ് ഫോർ ഡ്രിങ്കിങ്, വിസ്കി കുടിക്കാനുള്ളതാണ്. പക്ഷേ വാട്ടർ ഈസ് ഫോർ ഫൈറ്റിംഗ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യുദ്ധത്തിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെക്കുന്ന, അല്ലെങ്കിൽ രാഷ്ട്രങ്ങൾ എടുത്തു വെക്കുന്ന ഒരു ഉപാധിയായിട്ട് വെള്ളം മാറാൻ സാധ്യതയുണ്ട്. ജലയുദ്ധം, ജലത്തിന് വേണ്ടിയുള്ള യുദ്ധങ്ങൾ ഉണ്ടാകും. അത് ഇവിടെ തന്നെ തുടങ്ങും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതല്ലാതെയും തുടങ്ങാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് ലോകത്ത്. കാരണം ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഈ കുടിനീർ എന്ന് പറയുന്നത് ലഭ്യമല്ലാതെ വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു വിഷയമായിട്ട് മാറിത്തീരാം. പക്ഷെ ഇവിടുത്തെ വിഷയം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ട്രംപിൻ്റെ സ്ഥാനം എന്താണ്? ട്രംപിന് ഒരു സ്ഥാനമില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ്, നമുക്ക് കൃത്യമായിട്ട് പറയേണ്ടതാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന സംഘർഷം അവസാനിപ്പിച്ചത് പാകിസ്ഥാൻ്റെ അഭ്യർത്ഥന പ്രകാരം ഇന്ത്യ മുന്നിൽ നിന്ന് നടത്തിയ
തീരുമാനിച്ച തീരുമാനപ്രകാരമാണ്. ട്രംപ് ചുമ്മാതെ പുളുവടിക്കാൻ നടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തന്നെ അതിനെ കാണേണ്ടതും തള്ളേണ്ടതുമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ട്രംപ് പറഞ്ഞോട്ടെ, നമുക്ക് നമ്മുടേതായ സ്റ്റാൻഡ്. അല്ല, ട്രംപ് പറയുമ്പോൾ നമ്മൾ സമ്മതിക്കുന്നില്ല. ട്രംപ് വെറുതെ പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കുന്ന സ്ഥിതിയല്ല ഇപ്പോൾ. നേരത്തെ ട്രംപ് അല്ലേ പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെ വിചാരിക്കുന്നില്ല. അങ്ങനെ പറയണ്ട ട്രംപ്. ട്രംപ് ഇതിനകത്ത് പങ്കില്ലാത്ത കാര്യം നിങ്ങൾ എന്തിനാണ് അവകാശവാദമായിട്ട് ഉന്നയിക്കുന്നത് എന്ന് ശക്തമായിട്ട് ഇന്ത്യ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ട്രംപിൻ്റെ ഈ വെറുതെ ഒതപ്പനടി അതിനൊരു പ്രസക്തിയില്ലാതായി തീരുമെന്ന് കരുതാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.